കൃപ, നീ അറിഞ്ഞോ ഒരു സംഭവം ഉണ്ടായി? നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കേണ്ട കാര്യം പറയൂ. നമ്മുടെ അപ്പുറത്തെ രാഘവേട്ടല്ലേ, ഇന്നലെ രാത്രി സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ പോവായിരുന്നു. നല്ല മഴ പെയ്യുണ്ടായിരുന്നു. ഒരു പൂച്ച മുന്നിക്കടി ചാടി. ഏത്? നമ്മുടെ കിഴക്കേടത്തെ രാഘവേട്ടനാണോ? അതെ, കിഴക്കേടത്തെ രാഘവേട്ടൻ തന്നെ. ആള് തെറിച്ചാട് വീണു ഒരു ബസ്സിന്റെ മുന്നിലേക്ക്. അയ്യോ, എന്നിട്ടോ? ഓ, എന്നിട്ട് എന്താ എന്താ ആർക്ക് എന്താ പറ്റി? എന്റെ അച്ഛ, നമ്മുടെ രാഘവേട്ടല്ലേ. ഏത് രാഘവൻ? നമ്മുടെ കിഴക്കേടത്തെ രാഘവേട്ടൻ. എന്ത് രാഘവന് പറ്റിയത്? ഒന്നും പറയണ്ട അച്ഛാ, രാഘവേട്ടൻ നല്ല സ്കൂട്ടറും കൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. വണ്ടി സ്ലിപ്പായി, ആള് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു പോയി. അയ്യോ, എന്നിട്ട് എന്തേ പറ്റിയത്? ഓ, എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് അറിയോ? അയ്യോ, രാഘവേട്ടനോ? രാഘവേട്ടന് എന്തേ പറ്റിയത്? ഒന്നുമില്ല അമ്മേ, നമ്മുടെ രാഘവേട്ടൻ ഇന്നലെ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണു. അയ്യോ, എന്നിട്ട് എന്തേ പറ്റിയത്? ഓ, എന്നിട്ട് എന്റെ അമ്മേ. അയ്യോ, വടക്കേലെ രാഘവേട്ടൻ വീണു, എന്തേ പറ്റിയേ? ഓ, എന്റെ അമ്മമ്മയെ വടക്കേലെ രാഘവേട്ടനല്ല, കിഴക്കേടത്തെ രാഘവേട്ടനാണ്. അയ്യോ, എന്റെ കിഴക്കേടത്തെ രാഘവേട്ടന് എന്തേ പറ്റിയേ? കിഴക്കേടത്തെ രാഘവേട്ടനെ തെക്കോട്ടെടുത്തു. നിങ്ങളോടൊക്കെ അടിയന്തരത്തിലാണ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല പിന്നെ രാഘവേട്ടൻ എത്ര വേഗം പോയോ? പാവം, എത്ര നല്ല മനുഷ്യനായിരുന്നു. എന്റെ അത്ര പ്രായമൊന്നും രാഘവനായിട്ടില്ല. കഷ്ടായി. ഓ, ആ ബസ് അടിച്ച് രാഘവേട്ടൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാൻ വന്നതാ. പക്ഷെ ഇവരെന്നൊന്നും പറയാൻ സമ്മതിക്കണില്ലല്ലോ ഇതൊന്നും.